ഹലോ എവരിവൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള ആളുകളുടെ അവകാശങ്ങളായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന കുറേ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ഈ നമുക്ക് അവകാശങ്ങളുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ കുറേ അവകാശങ്ങളായിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന കുറേ അവകാശങ്ങൾ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചില ഡ്യൂട്ടീസിനെ കുറിച്ചും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ചില കർത്തവ്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ചില ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അതാണ് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A ഓക്കെ, ഭാഗം 4 എന്നല്ല 4A ഇത് പറയുന്നത്. കാരണം ഇത് ഭാഗം 4A എന്നതിനെ വിളിക്കാനുള്ള കാരണം ഇത് ഒറിജിനലി അല്ലെങ്കിൽ 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടായിരുന്നില്ല. ഇത് പിന്നീട് 1976 1976 42nd അമെൻമെൻറ്റിലൂടെ അല്ലെങ്കിൽ 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഭാഗം 4A. അന്നാണ് ഈ മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ മൗലിക കർത്തവ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടായിരുന്നില്ല. അതിൽ മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു, നിർദ്ദേശക തത്വങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, പാർട്ട് 3 മൗലികാവകാശങ്ങളും പാർട്ട് 4 നിർദ്ദേശക തത്വങ്ങളും പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കേന്ദ്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സാധാരണഗതിയിൽ ഈ അവകാശങ്ങളുള്ളതുപോലെ തന്നെ ആളുകൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് പറയും, അല്ലെങ്കിൽ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണെന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ ഭരണഘടനയിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞു, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറയാതിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിനെയാണ്. അപ്പോൾ ഈ ജനാധിപത്യ രാജ്യങ്ങളുടെയൊക്കെ ഭരണഘടനകൾക്കുള്ള ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത്, എസ്പെഷ്യലി നമുക്ക് ഈ വെസ്റ്റേൺ യൂറോപ്പിൽ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ കാണുന്ന രാജ്യങ്ങളിലെ ഭരണഘടനകൾക്കുള്ള ഒരു പൊതുവായ സ്വഭാവം എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ഈ ഭരണഘടനയിൽ പറയും, പക്ഷേ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറയില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അവകാശങ്ങളൊക്കെ കൊടുത്ത് ജനങ്ങൾ ആ അവകാശങ്ങൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി അവർക്ക് നല്ല രീതിയിലുള്ള ജീവിത നിലവാരം കെട്ടിപ്പടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ആളുകൾക്ക് വിദ്യാഭ്യാസമൊക്കെ കിട്ടുമ്പോൾ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്ന സമയത്ത് ആളുകൾ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തമുള്ളവരായിട്ട് മാറും എന്നുള്ളൊരു ധാരണയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഒരു പൊതു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ചപ്പ് ചവറിടരുത് എന്ന് ആളുകളോട് പറയേണ്ട കാര്യമില്ല. ആളുകൾ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കലി അത് ചെയ്യാതിരിക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ആളുകൾക്ക് സ്വയം ഉത്തരവാദിത്വ ബോധം വരും എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഇന്ത്യ അല്ലാതെ മറ്റുള്ള പ്രധാനപ്പെട്ട ജനാധിപത്യ രാജ്യങ്ങളിലൊന്നും തന്നെ ഈ മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കാണാൻ പറ്റില്ല. അതിനുള്ള ഒരേ ഒരു എക്സെപ്ഷൻ ഇന്ത്യയും ജപ്പാനും മാത്രമാണ്. അപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളൊന്നും ഇത് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ജനാധിപത്യം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ജനാധിപത്യം പ്രധാനമായിട്ടുള്ളത് വെസ്റ്റേൺ യൂറോപ്പിലാണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളാണ്. അമേരിക്ക, നോർത്ത് അമേരിക്കയിലുള്ള അമേരിക്ക, കാനഡ, അതുപോലെ തന്നെ പിന്നെ വെസ്റ്റേൺ യൂറോപ്പിലുള്ള രാജ്യങ്ങളിലാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇൻസ്പിറേഷൻ കിട്ടിയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലും നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കുക, ആളുകൾ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്വ ബോധമുള്ളവരായിട്ട് മാറുന്നുള്ളതാണ്. പക്ഷേ പിന്നീട് 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ വരുന്നു. ആ അടിയന്തരാവസ്ഥയുടെ സമയത്ത് 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നു. അപ്പോൾ ആ 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നൊരു ചാപ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് അതിനുള്ളൊരു കാരണമായിട്ട് ഇന്ദിരാഗാന്ധി, അല്ലെങ്കിൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി, ഈ 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പാർലമെൻറ്റിൽ നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് നമ്മളിപ്പോൾ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതിനൊരു കാരണം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, പക്ഷേ അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചൊരു ബോധവും ഇല്ല എന്നുള്ളതായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവകാശങ്ങൾ മാത്രമല്ല, ജനങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളും കൂടി ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു അവബോധം കൊടുക്കാൻ വേണ്ടിയിട്ട് മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഭരണഘടനയിൽ ആഡ് ചെയ്യേണ്ട കാരണമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഈ 42ാം ഭരണഘടനയിലൂടെയാണ് ഇത് ഈ ഭാഗം 4A എന്നുള്ള ഭാഗം ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. 76-ലാണ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി 42ാമത്തെ ഭരണഘടനാ ഭേദഗതി വരാനുള്ള കാരണം ആ കാലഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്വരൺ സിംഗ് കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ പാർട്ട് 4A ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ അല്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യയും ഒരു പരിധിവരെ ജപ്പാനും അല്ലാത്ത മറ്റൊരു ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനകളിൽ നിങ്ങൾക്ക് ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന കാര്യം കാണാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് അന്ന് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മൾ കടമെടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. കാരണം സോവിയറ്റ് യൂണിയൻ ഒരു ജനാധിപത്യ രാജ്യമല്ല, അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു ഐഡിയ കടമെടുത്തിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക. ഇനി ഈ മൗലിക കർത്തവ്യങ്ങളുടെ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പോലെ അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ പോലെ ഒരു കോടതി വിധിയിലൂടെ അല്ലെങ്കിൽ കോടതികളിലൂടെ നടപ്പിലാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ പറയുന്ന മൗലിക കർത്തവ്യങ്ങളും. അപ്പോൾ നമ്മുടെ മൗലികാവകാശങ്ങൾ നമുക്ക് കോർട്ട് ഓഫ് ലോയിലൂടെ എൻഫോഴ്സ് ചെയ്യാം. അതായത് നിങ്ങളുടെ മൗലികാവകാശങ്ങളെ ആരെങ്കിലും ലംഘിച്ചാൽ നിങ്ങൾക്ക് അതിനെതിരായിട്ട് കോടതിയെ സമീപിക്കാം. കോടതി നിങ്ങളുടെ മൗലികാവകാശങ്ങൾ നിങ്ങൾക്ക് നടപ്പിലാക്കി തരും. കോടതിയിൽ ഉത്തരവിറക്കിക്കൊണ്ട് നിങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയും. പക്ഷേ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ ഇത്തരത്തിൽ കോടതി ഉത്തരവിലൂടെ നടപ്പിലാക്കാൻ പറ്റില്ല, നോൺ എൻഫോഴ്സിബിൾ ആണ്, അല്ലെങ്കിൽ കോർട്ട് ഓഫ് ലോയിലൂടെ കോടതിയിലൂടെ നടപ്പിലാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും. അതായത് മൗലിക കർത്തവ്യങ്ങൾ ഒരാൾ ചെയ്തില്ല എന്നുള്ള കാരണത്താൽ, മൗലിക കർത്തവ്യങ്ങൾ ഒരാൾ ലംഘിച്ചു എന്നുള്ള കാരണത്താൽ ആളുകളെ ശിക്ഷിക്കാൻ പറ്റില്ല, ഇത് കോടതിയിലൂടെ നടപ്പിലാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ ഈ മൗലികാവകാശങ്ങളിൽ നിന്ന് മൗലിക കർത്തവ്യങ്ങൾക്കുള്ള മറ്റൊരു വ്യത്യാസം, ഇന്ത്യയിലെ മൗലികാവകാശങ്ങളിലും മെജോറിറ്റി മൗലികാവകാശങ്ങളും എല്ലാ ആളുകൾക്കും, ഇന്ത്യയിലുള്ള ഏതൊരു വ്യക്തിക്കും ആ മൗലികാവകാശങ്ങളുടെ സംരക്ഷണം കിട്ടും. പക്ഷേ മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ ഭാഗം 4A ആർട്ടിക്കിൾ 51A എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് ഈ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഈ 51A തുടക്കത്തിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഭാഗം 4A തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കർത്തവ്യങ്ങൾ എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ. അതേപോലെ തന്നെ ഈ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് 1990കളുടെ അവസാനത്തിൽ വാജ്പേയി ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തൊരു കമ്മിറ്റിയായിരുന്നു ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയുടെ പേര് കൂടി ഒന്ന് ഓർത്തിരിക്കുക. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യയിൽ എത്രത്തോളം നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി അന്ന് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന മൗലിക കർത്തവ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തത് ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുക, അതിൻ്റെ ആദർശങ്ങൾ, സ്ഥാപനങ്ങൾ, അതേപോലെ ദേശീയ പതാക, ദേശീയ ഗാനം, ഈ കാര്യങ്ങളൊക്കെ ആദരിക്കുക. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയെ അനുസരിക്കുക, ഇന്ത്യൻ ഭരണഘടനയുടെ ആദർശങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ ദേശീയ പതാക, ദേശീയ ഗാനം, ഈ കാര്യങ്ങളൊക്കെ ആദരിക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് പ്രചോദനം നൽകിയിട്ടുണ്ടായിരുന്ന ഒരുപാട് ആദർശങ്ങളുണ്ട്. ആ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുക, ആ ആദർശങ്ങൾ പിന്തുടരുക. ഓക്കെ. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം, അതായത് സോവറൈനിറ്റി, അതേപോലെ ഐക്യം, യൂണിറ്റി, അതേപോലെ അഖണ്ഡത, ഇൻ്റഗ്രിറ്റി, ഈ കാര്യങ്ങൾ നിലനിർത്തുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുക. നാലാമതായിട്ട് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ രാജ്യത്തിനെ ഡിഫെൻഡ് ചെയ്യുക. ഓക്കെ. രാജ്യത്തിനെ സംരക്ഷിക്കുക, കാത്തുരക്ഷിക്കുക. അതേപോലെ തന്നെ ആവശ്യപ്പെടുന്ന സമയത്ത്, ഓക്കെ, ആവശ്യമാവുന്ന സമയത്ത് ദേശീയ സേവനം അനുഷ്ഠിക്കാൻ അല്ലെങ്കിൽ നാഷണൽ സർവീസിന്
തയ്യാറാവുക. അത് ചിലപ്പോൾ പട്ടാളത്തിൽ ചേരുന്നതാവാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാവാം. ഓക്കെ, അപ്പോൾ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുക, ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുന്ന സമയത്ത് തയ്യാറാവുക. ഓക്കെ, ഇനി അഞ്ചാമതായിട്ട് പറയുന്നത്, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യമാണ്. ഇപ്പോൾ ഇവിടെ മതപരമായിട്ടുള്ള, ഭാഷാപരമായിട്ടുള്ള, പ്രാദേശികമായിട്ടുള്ള, വിഭാഗീയമായിട്ടുള്ള വൈവിധ്യങ്ങളുണ്ട്. ഓക്കെ, പക്ഷേ അതിനൊക്കെ അതീതമായിട്ട് നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തണം. ഓക്കെ, നമ്മളൊക്കെ ഇന്ത്യക്കാരാണെന്നുള്ളൊരു തോന്നൽ വേണം. അതുകൂടാതെ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തു വെച്ചോ, സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ അല്ലെങ്കിൽ കുറവ് വരുത്തുന്ന പ്രാക്ടീസസ് ഓക്കെ ഒഴിവാക്കുക. ഓക്കെ, അല്ലെങ്കിൽ പരിത്യജിക്കുക. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇന്ത്യയുടെ വൈവിധ്യങ്ങൾക്ക് അതീതമായിട്ട് ഒരു സൗഹാർദ്ദവും സാഹോദര്യ മനോഭാവവും വെച്ച് പുലർത്തുക. രണ്ടാമതായിട്ട്, സ്ത്രീകളുടെ അന്തസ്സിനെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ അതിന് കുറവ് വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇനി ആറാമതായിട്ട് പറയുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ കോമ്പോസിറ്റ് കൾച്ചർ. ഓക്കെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സിംഗിൾ കൾച്ചറല്ല, ഒരു സമ്മിശ്ര സംസ്കാരമാണുള്ളത്. ആ സംസ്കാരത്തിൻ്റെ സമ്പന്നമായിട്ടുള്ള പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ഓക്കെ, ഏഴാമതായിട്ട് പറയുന്നത്, നമ്മുടെ രാജ്യത്തിലുള്ള വനങ്ങൾ, തടാകങ്ങൾ, നദികൾ, വന്യജീവികൾ ഓക്കെ ഇതിനെ, അതേപോലെ തന്നെ നമ്മുടെ പ്രകൃതിനെ, ഇതിനെയൊക്കെ സംരക്ഷിക്കുക, അതിനെയൊക്കെ അഭിവൃദ്ധിപ്പെടുത്തുക. അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കുക. നിങ്ങൾക്ക് ഇതിന് സമാനമായിട്ടൊരു കാര്യം നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത് കാണാൻ പറ്റും. ഈ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം നിർദ്ദേശക തത്വങ്ങളിലും കാണാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളും മാനവികതയും വളർത്തുക. അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക, അല്ലെങ്കിൽ ശാസ്ത്രീയ കാഴ്ചപ്പാടുകളെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ എന്നുള്ള കാര്യം. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഒൻപതാമതായിട്ട് പറയുന്നത്, പൊതുസ്വത്ത് സംരക്ഷിക്കുക, അതുപോലെ തന്നെ ആക്രമണം ഉപേക്ഷിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അബ്ജോർ വയലൻസ് എന്ന് പറയും. ഓക്കെ, പത്താമതായിട്ട് പറയുന്നത്, രാഷ്ട്രം യത്നത്തിൻ്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നതിയിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ഓക്കെ വ്യക്തിപരവും കൂട്ടായമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഓക്കെ മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പുരോഗമിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുക. ഓക്കെ, ഇതാണ് പത്താമതായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 10 മൗലിക കർത്തവ്യങ്ങളാണ് 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇത് കൂടാതെ ഇപ്പം നിലവിൽ 11ാമതായിട്ട് ഒരു മൗലിക കർത്തവ്യം കൂടി ഉണ്ട്. ആ 11ാമത്തെ മൗലിക കർത്തവ്യം എന്ന് പറയുന്നത് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ആ കുട്ടികളുടെ മാതാപിതാക്കളുടെയും രക്ഷകർത്താക്കളുടെയും ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ആ കുട്ടികളുടെ രക്ഷിതാക്കളുടെയും മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മൗലിക കർത്തവ്യം ഇതാണ് 11ാമതായിട്ട് പറയുന്നത്. ഈ മൗലിക കർത്തവ്യം 2002 ഓക്കെ 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണ്. ഓക്കെ, ഒറിജിനലി 10 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 11ാമതായിട്ടുള്ളത് 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ഓക്കെ, കാരണം ഈ 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ തന്നെയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന മൗലികാവകാശം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ആ മൗലികാവകാശം നടത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. എന്താണ്, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ 11 മൗലിക കർത്തവ്യങ്ങളും കാണാതെ പഠിച്ചിരിക്കുക. അതുകൂടാതെ ഈ മൗലിക കർത്തവ്യങ്ങൾ 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഭാഗം 4A എന്ന് പറയുന്നൊരു ഭാഗം വരുന്നു. അതിനകത്ത്
അനുച്ഛേദം 51A എന്ന് പറയുന്ന അനുച്ഛേദം വരുന്നു. അതിൽ 10 മൗലിക കർത്തവ്യങ്ങൾ വരുന്നു. ഇത് സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മളിത് കടമെടുത്തിട്ടുള്ളത്. ഇത് കോടതികളിലൂടെ നടപ്പിലാക്കാൻ പറ്റില്ല. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ബാധകമായിട്ടുള്ളതാണ്. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് വാജ്പേയി ഗവൺമെൻറ് 1990കളുടെ അവസാനത്തിൽ അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. ഇപ്പം നിലവിൽ 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. അതിൽ 10ഉം 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നതാണ്. 11ാമത്തത് 2002 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ വന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ താങ്ക് യു ഓൾ ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.